ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുക്കുറ്റി ചെടിയെക്കുറിച്ചാണ്. മുക്കുറ്റി ചെടിയെക്കുറിച്ച് അറിയാത്തവരാരുമില്ലെങ്കിലും മുക്കുറ്റി ചെടിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ വീട്ടിലും പറമ്പിലും തൊടിയിലുമൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു സസ്യമാണ് മുക്കുറ്റിച്ചെടി. ഇതിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഔഷധ ഗുണങ്ങളുണ്ട്, ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റിച്ചെടി എന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് ഇതിന് കർക്കിടക മാസത്തിലൊരു പ്രത്യേകതയുണ്ട്. അതിരാവിലെ സ്ത്രീകൾ കുളി കഴിഞ്ഞ് വന്ന് ഈ ചെടിയെ പുഴുതെടുത്തിട്ട് അതിൻ്റെ വേരും തണ്ടും മാറ്റിയ ശേഷം അതിൻ്റെ ഇല പറിച്ചെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് അമർത്തി ഞെരടി പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ഒരു ചാന്ത് വരും. അതിൽ നിന്ന് ചാറ്, ആ ചാറ് നമ്മൾ നെറ്റിയിൽ പുരട്ടണം. ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ സർവ്വനാഡീ ഞരമ്പുകളും സമ്മേളിക്കുന്ന സ്ഥലമാണ് നമ്മുടെ തിരുനെറ്റി. അപ്പോഴവിടെ ഇതിൻ്റെ ചാറണിയുമ്പോഴത്തേക്ക് നമുക്കുള്ള സർവ്വനാഡീ ഞരമ്പുകളും ഒന്ന് ഉത്തേജിക്കപ്പെടുകയും നമ്മുടെ ശരീരത്തിന് ഈ ചാന്തിലൂടെ ഒരുപാട് ഉത്സാഹവും ഉന്മേഷവും ഊർജവും പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. അപ്പം മാത്രമല്ല, നമുക്ക് ചെറുതായിട്ടൊക്കെയുള്ള തലവേദനകളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ചും ഇത് ചെയ്തിരിക്കണം കർക്കിടക മാസമാകുമ്പോൾ. ഞാൻ ആ ചാറാണ് അണിഞ്ഞിരിക്കുന്നത്. പിന്നീട് നമുക്കിതിന് എടുത്തു പറയത്തക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതിലൊന്ന്, മെയിനായിട്ടുള്ള ഒന്നാണ് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഗർഭാശയം ശുദ്ധീകരിക്കാനായിട്ട് മുക്കുറ്റിയുടെ കൂടെ കരിപ്പട്ടിയും നെയ്യും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് നല്ല പോലെ ഒരു ലേഹ്യം ഉണ്ടാക്കും. അതുണ്ടാക്കി കഴിച്ചാൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം കിട്ടും. പിന്നീട് നമുക്ക് ചുമയോ കഫമോ ഒക്കെ വന്നാൽ, വിട്ടുമാറാത്ത ചുമയും കഫവും ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന് മുക്കുറ്റിയുടെ ചാറെടുത്തിട്ട് തേനും കൂടെ ചേർത്ത് കഴിച്ചാൽ അത് 7 ദിവസമൊക്കെ കഴിക്കുമ്പം നല്ലതുപോലെ വിട്ടുമാറും. പിന്നീട് ആസ്മയ്ക്കും ഇതിൻ്റെ ഔഷധം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ആയുർവേദ മരുന്നുകളിലെല്ലാം മുക്കുറ്റി ചേർക്കുന്നുണ്ട്. എടുത്തു പറയത്തക്ക ഔഷധ ഗുണമാണ് ഇതിനുള്ളത്. പിന്നെ നമുക്ക് ഷുഗറുള്ളവർക്ക് വളരെ ഉപയോഗമാണിത് കേട്ടോ. 2-3 ചെടി നമ്മൾ നല്ല പോലെ ഒന്ന് പറിച്ച് ചതച്ചെടുത്തിട്ട് അതിലേക്ക് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിച്ച് വറ്റിച്ചെന്ന് പറഞ്ഞാൽ അതിനെ പകുതിയാക്കണം. നമ്മൾ 3 ഗ്ലാസ് വെള്ളം എടുത്താൽ അതിനെ 1.5 ഗ്ലാസ് ആക്കണം. അങ്ങനെ വറ്റിച്ച് അരിച്ചെടുത്തിട്ട് വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നത് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണിത്. അത്ഭുത ഗുണമുള്ള ഒരു മെഡിസിനാണ്. അതിനും വളരെ നല്ലതാണിത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഈ ഒരു ചെടി നമ്മുടെ മുറ്റത്തോ പറമ്പിലോ ഒക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയാതെ അതിനെ സംരക്ഷിച്ചെടുക്കണം. പല കാര്യങ്ങൾക്കും ഇത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീരിലിത് അരച്ചിതിൻ്റെ ചാറ് പുരട്ടുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടൊക്കെ കുറയാനും ഇത് നല്ലതാണ്. അങ്ങനെ പറഞ്ഞാലും തീരാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമ്മുടെ ഈ മുക്കുറ്റിച്ചെടിക്കുണ്ട്. ഇത് തനിച്ച് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. നമ്മളതിനെ സംരക്ഷിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ ചെടിയെ ഒന്ന് സംരക്ഷിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.